തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ ഇന്ന് 13ാം ദിവസം. അഞ്ചുതെങ്ങ് സ്വദേശി ഷിജിൻ, പുല്ലുവിള സ്വദേശി ജോൺ എന്നിവരെ ഇതുവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. സ്കൂബ ഡൈവിംഗ് ടീം, കോസ്റ്റൽ പോലീസ്, പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ എന്നിവരാണ് തിരച്ചിലുമായി രംഗത്തുള്ളത്. മുതലപ്പൊഴി, വിഴിഞ്ഞം എന്നിവിടങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ കാണാതായി 12 ദിവസം പൂർത്തിയായിട്ടും ഇവരെ കണ്ടെത്താനായിട്ടില്ല. കാണാതായി ആദ്യ ദിവസങ്ങളിൽ സർക്കാർ സംവിധാനങ്ങൾ അലസത കാട്ടിയതാണ് മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താൻ കഴിയാത്തതിന് കാരണമെന്ന വിമർശനം ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ തെരച്ചിൽ ഊർജിതമാക്കിയത്. നിലവിൽ സ്കൂബ ഡൈവിംഗ് ടീം, കോസ്റ്റൽ പോലീസ്, പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ എന്നിവരാണ് തെരച്ചിലുമായി രംഗത്തുള്ളത്. വിഴിഞ്ഞത്തുനിന്ന് കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിനായുള്ള തെരച്ചിൽ രാമേശ്വരം തീരത്താണ് നടക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി തമിഴ്നാട് തീരത്തേക്കും രാമേശ്വരത്തേക്കും തെരച്ചിൽ നടത്തണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. മുതലപ്പുഴയിൽ നിന്ന് കാണാതായ ഷിജിനു വേണ്ടി പുലിമുട്ട് ഭാഗത്തെ ടെട്രാപോഡുകൾക്കിടയിലും കല്ലുകൾക്കിടയിലുമാണ് തെരച്ചിൽ. മത്സ്യബന്ധനത്തിലുള്ള വിലക്ക് മാറിയതോടെ മത്സ്യത്തൊഴിലാളികളും ഉൾക്കടലിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. കുടുംബം ആവർത്തിച്ച് ആവശ്യപ്പെട്ടതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം മുതലപ്പുഴയിൽ നേവിയുടെ INS കൽപ്പേനിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടത്താൻ സോണാർ സംവിധാനവും ഉപയോഗിച്ചെങ്കിലും കണ്ടെത്താനായില്ല. അതേസമയം കോസ്റ്റ് ഗാർഡിന്റെ ആകാശ നിരീക്ഷണം ഇന്നും തുടരുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.